എന്റർപ്രൈസസ് ഓണേഴ്സ് പറയുന്നത് എന്തിനാ HR, എന്തിനാ അഡ്മിനിസ്ട്രേഷൻ, ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? അഡീഷണൽ ചെലവല്ലേ? സാലറി നിങ്ങൾ കൊടുക്കുവോ? അല്ല, അക്കൗണ്ടന്റിനെ വെക്കുന്ന അതേ സമയം തന്നെ നിങ്ങളൊരു ബെസ്റ്റായിട്ട് ഒരു പഠിച്ച കുട്ടി അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ്, 1 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി അഡ്മിനിസ്ട്രേഷൻ പ്ലസ് HR വെച്ചിരിക്കണം. 10,000 രൂപ കൊടുത്താൽ 20,000 രൂപ കൊടുത്താലും പ്രശ്നമില്ല, നിങ്ങൾ വച്ചിരിക്കണം. കാരണം നിങ്ങൾ ഇടുങ്ങിയ ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ പൊസിഷൻ വേണ്ട പറഞ്ഞത്. കാരണം ടിൽ ദ റിക്രൂട്ട്മെന്റ്, ടിൽ ദ റിട്ടയർമെന്റ്, ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങളൊരു വിത്തിട്ട് കഴിഞ്ഞാൽ അതിലൂടെയാണ് റിക്രൂട്ട്മെന്റ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ആരൊക്കെ എടുക്കണം, സെയിൽസിൽ എത്ര ആൾക്കാരെ എടുക്കണം, എങ്ങനെ ഇന്റർവ്യൂ നടത്തണം, ഏത് രീതിയിൽ എടുക്കണം. കാരണം നിങ്ങൾ തന്നെ കെട്ടലും ആടലും പാടലും ചാടലും തുള്ളലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണ്. നിങ്ങൾക്ക് ഒരാളെ വച്ചിട്ട് പണിയിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. വാട്ട് ഈസ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരിലൂടെ നടത്തണം, അല്ലാണ്ട് നിങ്ങൾ തന്നെ എല്ലാം ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അക്കൗണ്ടന്റിനെ വെക്കുന്ന അതേ സമയം തന്നെ ഒരു HR അഡ്മിനിസ്ട്രേറ്ററിനെ വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്പെൻസ് അപ്പോൺ ദ കമ്പനി. അപ്പൊ ചെറിയ 1-2 ആൾക്കാർ മാത്രമേ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ തുടങ്ങാം. പക്ഷേ HR പ്രാക്ടീസ് തുടങ്ങണം, ഒരു ഡൗട്ടും വേണ്ട. ഇനി ആരെയും വെക്കണ്ട. എനിക്ക് 20,000 രൂപ കൊടുക്കാൻ പറ്റില്ല, 10,000 രൂപ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നിങ്ങൾ ഒരാളെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. കാരണം HR പ്രാക്ടീസ് പെട്ടിക്കട തുടങ്ങുമ്പോഴും വേണം. കാരണം ലുലു, ഞാൻ യൂസഫ് അലി സാർ നമ്മുടെ ടീമുമായിട്ട് സംസാരിച്ചു അബുദാബിയിൽ. ഒട്ടാസ് എന്ന് പറഞ്ഞാൽ ഒട്ടാസ് ഒബ്സർവേഷൻ, തിങ്കിങ്, ആക്ടിങ്, സാറ്റിസ്ഫാക്ഷൻ, OTAS. അദ്ദേഹത്തിന്റെ ഫോർമുലയാണ് OTAS. ആരുടെ? യൂസഫ് അലി സാറിന്റെ. എന്താ? ഒബ്സർവേഷൻ, ഒരു സിറ്റുവേഷൻ ഒബ്സർവ് ചെയ്യുക. ഇപ്പൊ അവരിപ്പോ റീസെന്റ് ദുബായ് മാളിൽ തുടങ്ങി, ഇന്ന് ഓപ്പൺ ചെയ്തു ദുബായ് മാളിൽ. ആദ്യം ഒബ്സർവ് ചെയ്യും, മാർക്കറ്റ് ഒബ്സർവേഷൻസ്, എത്ര എംപ്ലോയീസ് വേണം, എത്ര ആൾക്കാർ വേണം. അദ്ദേഹം മീറ്റിംഗ് വിളിക്കുമ്പോൾ ബുച്ചർ ഉണ്ടല്ലോ, ഈ വെട്ടുന്ന ആൾക്കാർ, ബുച്ചേഴ്സിനെ വിളിക്കും. സ്റ്റേഷനറിയിലുള്ള ആൾക്കാർ, നെറ്റ്സും ഡേറ്റ്സും അങ്ങനെയുള്ള ഏരിയാസ് സെഗ്മെന്റ്, FMCG സെഗ്മെന്റിലുള്ള ആൾക്കാർ, ബില്ലിംഗ് ക്ലർക്സ്, ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വിളിച്ചിട്ട് ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിലാണ് എന്താണ് നമുക്ക് ആ ഫ്ലോറിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ചിന്തിക്കുക. കാരണം മിസ്റ്റർ നന്ദകുമാർ ഈസ് ദി സീനിയർ മാർക്കറ്റിംഗ് ഓഫീസർ ഓഫ് ലുലു. നമ്മളിപ്പോൾ പറയും ലുലുവിനൊക്കെ നോക്കണോ, നമ്മൾ ഈ നെസ്റ്റോനൊക്കെ നോക്കണോ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വലിയ കമ്പനീസിനൊക്കെ നോക്കണോ, അജ്മൽ BSP, മാസ്കോംസ്, TMT, കൈരളി, TMT, ഭാരത്, ഇതൊക്കെ നോക്കണം. നമ്മളൊക്കെ ചെറിയ കമ്പനിയല്ല. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് നിങ്ങളൊരു ബേബി സ്റ്റെപ്സ് എടുക്കുക, ഓർഗനൈസ്ഡ് ആവുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗനൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. സോ പീപ്പിൾ മാനേജ്മെന്റ് കഴിഞ്ഞാൽ ഫങ്ഷണൽ മാനേജ്മെന്റിൽ നിങ്ങൾ ഒരു HR അഡ്മിനിസ്ട്രേഷൻ പ്രാക്ടീസ് തുടങ്ങിയിരിക്കണം. ഇന്ന് പോയിട്ട് അതിന്റെ ഫയൽ ഓപ്പൺ ചെയ്യുക. ഇന്നൊരു ഫയൽ ഓപ്പൺ ചെയ്യുക. അത് ജസ്റ്റ് കമ്പ്യൂട്ടറിലുള്ള ഫയൽ മാത്രമല്ല, ഒരു ഫിസിക്കൽ ഫയൽ HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഒരു ചെറിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുക. ഒരാൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് ഉണ്ടായിരിക്കണം, എവിഡൻസ് ഉണ്ടായിരിക്കണം, ക്വാളിറ്റി പോളിസി ഉണ്ടായിരിക്കും. ഇത് ഞാൻ വളരെ മിനിമം ആണ് പറയുന്നത്. വലിയ കമ്പനീസ് ആണെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രോസസ്സ് എടുക്കണമെന്നില്ല.